എൻ്റെ തലയിൽ തീരെ മുടിയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ബട്ട് ഇപ്പോൾ നോക്കിയേ, ഇത്രയും ഹെയർ എങ്ങനെ വന്നു എന്നല്ലേ. ഞാൻ ചെയ്തത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. I'll tell you the story. ഇരുപതാമത്തെ വയസ്സിൽ മുടി മുഴുവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. മിസ്റ്റർ വി എന്ന പേരിൽ പേജ് തുടങ്ങി വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ ആരും എൻ്റെ തലയിൽ മുടി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് കേൾക്കുമ്പോൾ കുറേ പേർക്കൊക്കെ പേടിയാണെന്ന് എനിക്കറിയാം. കാര്യം കുറേ പേർക്ക് അതുകൊണ്ട് ദൂഷ്യവശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഒരു ക്ലിനിക്കിലാണ് ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ 1 ഇയർ കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ കെയറിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ താങ്ക് ഹെയർക്രാഫ്റ്റ് ഫോർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് ദ കെയർ വിച്ച് ദേ ഗീവ് ടു മീ. ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മികച്ച ക്ലിനിക്കിൽ ചെയ്യുക. അതായത് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ് ഈ പറയുന്ന ഹെയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്ന് കരുതി ഓവർ പ്രൈസ്ഡ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനും പറ്റുന്നത്. പണ്ട് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്ന് ബൂസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഇൻക്രീസ് ആയി. സോ ഇപ്പോൾ എനിക്ക് ആരെ വേണമെങ്കിലും ഫേസ് ചെയ്യാം, എനിക്ക് സംസാരിക്കാം. ആൻഡ് അതൊരു വലിയ പേർക്കാണ് ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. ഐ മീൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ്. കാരണം ഹൈജീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചല്ല ഇത് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മുടെ ഹെയർക്രാഫ്റ്റിൻ്റെ OT ഒക്കെ കംപ്ലീറ്റ്ലി ഹൈജീനിക് ആയിരുന്നു. അതുപോലെ തന്നെ അവർ ഓരോ പ്രാവശ്യം അത് ചെയ്യുമ്പോഴും അത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള OTയിലാണ് ചെയ്യുന്നത്, ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കിലാണ് ചെയ്യുന്നതെന്ന്. ആൻഡ് ഐ സജസ്റ്റ് ഹെയർക്രാഫ്റ്റ്. ഞാൻ ഹെയർക്രാഫ്റ്റിൽ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല, ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ആൻഡ് എൻ്റെ തലയിൽ ഒരു ഭാഗം പോലും ഇൻഫെക്റ്റഡ് പോലും ആയിട്ടില്ല. അത്രയും അധികം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ വെറുതെ ഒന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാനത് ചെയ്തിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹെയർക്രാഫ്റ്റ് ദ ബെസ്റ്റ് ചോയ്സ് ആണ്. ഓക്കെ.